മലയാള സിനിമയ്ക്ക് മഹത്തരമായ സംഭാവനകൾ നൽകിയ ബഹുമുഖ പ്രതിഭകൾ പലരുമുണ്ട്. അവരിലേറെ പ്രഗത്ഭനാണ് നമ്മളേറെ ആദരിക്കുന്ന ശ്രീകുമാരൻ തമ്പി സാർ. സിനിമയുടെ വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിൽ അദ്ദേഹം തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു. അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ 1993 പുറത്തിറങ്ങിയ ബന്ധുക്കൾ ശത്രുക്കൾ എന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒന്നുകൂടെ യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ആ സിനിമയുടെ തുടക്കത്തിൽ ടൈറ്റിൽസ് എഴുതി വരുന്നില്ലേ, നമുക്കിങ്ങനെ കാണാം. കഥ, തിരക്കഥ, സംഭാഷണം, ഗാനരചന, സംഗീതം, സംവിധാനം ശ്രീകുമാരൻ തമ്പി. ഇത്ര വലിയ കാര്യമാണ്, നമുക്ക് മലയാളികൾക്ക് അഭിമാനിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് അല്ലേ. മലയാളിയായ ശ്രീകുമാരൻ തമ്പി സാർ അദ്ദേഹത്തിൻ്റെ പ്രതിഭാവിലാസം കൊണ്ട് മലയാള സിനിമയ്ക്ക് വൈവിധ്യതയാർന്ന മേഖലകളിൽ നൽകിയ സംഭാവനകൾ ഓർത്തുകൊണ്ട്. ഇതുകൂടാതെ കവി, നോവലിസ്റ്റ്, എഞ്ചിനീയർ തുടങ്ങി പല മേഖലകളിലും വൈദഗ്ധ്യമുള്ള ആൾ കൂടിയാണ് ശ്രീകുമാരൻ തമ്പി സാർ. ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ തിരഞ്ഞെടുത്ത 1001 ഗാനങ്ങൾ ഉൾപ്പെടുത്തിയ ഹൃദയ സരസ് എന്നൊരു പുസ്തകം ഉണ്ട്. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ എന്ന പാട്ട് അദ്ദേഹം എഴുതിയതാണ്. അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു പേര് ആ പുസ്തകത്തിന് കൊടുത്തത്. ആ ഗാനം നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ ആലപിക്കുന്നുണ്ടോ? ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ, ഇനിയും നിൻ കഥ പറയൂ. അർത്ഥനിമീലിത മെഴികളിലൂറും അശ്രുബിന്ദുവൻ സ്വപ്നബിന്ദുവോ. ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ, ഇനിയും നിൻ കഥ പറയൂ, നീ പറയൂ. കറുപ്പും വെളുപ്പും മായാവർണ്ണങ്ങളും തുടങ്ങിയ മറ്റ് പല രചനകളും ശ്രീകുമാരൻ തമ്പി സാറിൻ്റെതായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ രചനകളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്കറിയുവാൻ, അനുഭവിക്കാൻ സാധിക്കുന്നത് മലയാള ഭാഷയുടെ മായിക സൗന്ദര്യമാണ്. നിരവധി സിനിമകളുണ്ട് ശ്രീകുമാരൻ തമ്പി സാർ രചന നിർവഹിച്ചത്, സംവിധാനം ചെയ്തത്. മമ്മൂട്ടി, മോഹൻലാൽ, ജയൻ തുടങ്ങിയ നമുക്ക് ഏറെ ഇഷ്ടമുള്ള നായകന്മാർ പലരും അവരുടെ കരിയറിൻ്റെ തുടക്കത്തിൽ വലിയ വിജയം നേടിയ പല ചിത്രങ്ങളും ശ്രീകുമാരൻ തമ്പി സാർ സംവിധാനം ചെയ്തതുകൂടിയാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടം മുതൽ കളർ യുഗം വരെ തുടരുന്നുണ്ട് ഇങ്ങനെ ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ മനോഹരമായ ചിത്രങ്ങൾ. ചന്ദ്രകാന്തം, മോഹിനിയാട്ടം, ഏതോ ഒരു സ്വപ്നം, മാളിക പണിയുന്നവർ, അമ്പലവിളക്ക്, ഗാനം, നായാട്ട്, ആക്രമണം, യുവജനോത്സവം, അമ്മേ ഭഗവതി, ബന്ധുക്കൾ ശത്രുക്കൾ, അമ്മയ്ക്ക് ഒരു താരാട്ട് തുടങ്ങി എത്രയോ ചിത്രങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുള്ളത്. ഈ ചിത്രങ്ങളെല്ലാം അദ്ദേഹം എഴുതിയ ഗാനങ്ങൾ കൊണ്ടും സമ്പന്നമായിരുന്നു. പാട്ടുകൾ പറയാൻ തുടങ്ങിയ ഒരുപാടുണ്ട്, ചിലതൊക്കെ ഓർത്ത് പറയാം. ഹൃദയ സരസിലെ പ്രണയപുഷ്പമേ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അകലെ അകലെ നീലാകാശം, ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം, മനോഹരി നിൻ മനോരഥത്തിൽ, സ്വർഗനന്ദിനി സ്വപ്നവിഹാരിണി, ഉത്തരാസ്വയംവരം കഥകളി കാണുവാൻ, മനസ്സിലുണരൂ ഉഷസന്ധ്യയായി, സന്ധ്യക്കെന്തിന് സിന്ദൂരം. അതിനിടയിലുള്ള വരികളൊക്കെ എത്ര മനോഹരമെന്നറിയോ? മായികമാകും മന്ദസ്മിതത്തിൻ മാറ്ററിയുന്നവരുണ്ടോ, തങ്കമേ നിൻമേനി കണ്ടാൽ കൊതിക്കാത്ത തങ്കവും വൈരവും ഉണ്ടോ, പൊൻവെയിൽ മണിക്കച്ച അഴിഞ്ഞുലഞ്ഞു, ഗോപീചന്ദന കുറിയണിഞ്ഞ് ചന്ദനത്തിൽ കടഞ്ഞെടുത്ത സ്വർണഗോപുര നർത്തകീ ശില്പം, കസ്തൂരി മണക്കുന്നല്ലോ, പാടാം നമുക്ക് പാടാം, മലയാളി പെണ്ണേ നിന്റെ മനസ്സ്. അങ്ങനെ നീളുന്നു ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ തൂലികാസ്പർശം കൊണ്ട് മലയാളികൾക്ക് ലഭിച്ച നല്ല നല്ല പാട്ടിൻ്റെ പാരിതോഷികങ്ങൾ. ശ്രീകുമാരൻ തമ്പി സാർ രചിച്ച അതിമനോഹരമായ ഒരു ഗാനമാണ് ആ നിമിഷത്തിൻ്റെ നിർവൃതിയിൽ. നമുക്ക് വേണ്ടി ഒന്ന് പാടാമോ? ആ നിമിഷത്തിൻ്റെ നേർവൃതിയിൽ ഞാനൊരാവണി തെന്നലായി മാറി. ആ നിമിഷത്തിൻ്റെ നേർവൃതിയിൽ ഞാനൊരാവണി തെന്നലായി മാറി. 1000 ഉന്മാദരാത്രികൾ തൻ ഗന്ധം ആത്മദളത്തിൽ തുളുമ്പി, ആത്മദളത്തിൽ തുളുമ്പി. ആ നിമിഷത്തിൻ്റെ നേർവൃതിയിൽ ഞാനൊരാവണി തെന്നലായി മാറി. മലയാള സിനിമയ്ക്ക്, മലയാള സാഹിത്യ രംഗത്തിന്
ശ്രീകുമാരൻ തമ്പി സാർ നൽകിയ സംഭാവനകൾ അമൂല്യമാണ്. അദ്ദേഹത്തിന് സ്നേഹാദരം.